പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 307 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ജെറാൾഡിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ചാണ്. അസീസിയയിലെ ഉംബ്രിയ എന്ന സ്ഥലത്ത് ബെർണാർഡോൺ എന്ന ധനികനായ വസ്ത്രവ്യാപാരിയുടെ മകനായിട്ടാണ് 1181 വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജനനം. ഒരു ധനികന്റെ മകനായതിനാൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന ഫ്രാൻസിസ് തൻ്റെ ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ ഭൗതികതയിൽ മുഴുകി വളരെ സുഖലോലുപതയിലാണ് ജീവിച്ചിരുന്നത്. തൻ്റെ 20ാമത്തെ വയസ്സിൽ അസീസിയൻസും പെറ്റജീനിയസും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ഇദ്ദേഹം പെറ്റജീനിയസിനെതിരായി പോരാടുകയും തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. തടവിൽ കഴിയുമ്പോൾ യേശുവിൻ്റെ ഒരു ദർശനമുണ്ടാവുകയും ഇത് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. തടവറയിൽ നിന്നും മോചനം ലഭിച്ചതിന് ശേഷം തൻ്റെ ഇതുവരെയുള്ള ജീവിതശൈലി ഉപേക്ഷിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാനുമുള്ള ഉറച്ച തീരുമാനം അദ്ദേഹം എടുത്തു. തൻ്റെ സമ്പാദ്യം മുഴുവനും ഉപേക്ഷിച്ച് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം സ്വീകരിച്ച ഫ്രാൻസിസ് സുവിശേഷം തൻ്റെ ജീവിത നിയമമായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനത്തോട് പിതാവിനെ കഠിനമായ എതിർപ്പുണ്ടായത് മൂലം അദ്ദേഹത്തെ കൈയൊഴിയുകയും പിന്തുടർച്ച അവകാശത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. തന്നെ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പഴകിയ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. ഭക്ഷണത്തിനായി തെരുവിൽ യാചിച്ചു. ഫ്രാൻസിസിന്റെ ജീവിതവും വാക്കുകളും ധാരാളം പേരിൽ സ്വാധീനം അർപ്പിച്ചിരുന്നു. 1209 പാപ്പയുടെ അനുഗ്രഹത്തോടെ ഫ്രിയാർസ് മൈനർ എന്ന ഫ്രാൻസിസ്കൻസ് എന്ന സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു. 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 5000ഓളം പേർ ഈ സന്യാസ സമൂഹത്തിൽ അംഗങ്ങളായി. വിശ്വാസികൾക്കിടയിൽ ഏറ്റവും എളിമയുള്ളവനായിട്ടായിരുന്നു ഇവരുടെ ജീവിതം. പിന്നീട് 1212 അസീസിയയിലെ വിശുദ്ധ ക്ലാരയുമായി ചേർന്ന് പുവർ ക്ലെയേഴ്സ് എന്ന് ഇന്നറിയപ്പെടുന്ന പാവപ്പെട്ട മഹതികൾ എന്ന സന്യാസിനി സമൂഹത്തിന് അടിസ്ഥാനമിട്ടു. കൂടാതെ അൽമായരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിന്റെ 3ാം സമൂഹം ദ തേർഡ് ഓർഡർ എന്ന സംഘടനയ്ക്കും അദ്ദേഹം രൂപം നൽകി. ഇദ്ദേഹത്തിനാണ് യേശുവിൻ്റെ 5 തിരുമുറിവുകളും ആദ്യമായി ലഭിച്ചത്. അത് AD 224 ഏറ്റവും എളിമയുള്ള ജീവിതം നയിച്ചിരുന്നതിനാൽ ഫ്രാൻസിസ് വൈദിക പട്ടം പോലും സ്വീകരിക്കാതെ ഒരു ഡീക്കനായിട്ടാണ് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞത്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ സഹജീവികളോട് സഹോദര സഹോദരി എന്നിങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ ദൈവസ്നേഹം സെറാഫിക് എന്ന പേർ ഫ്രാൻസിസിന് നേടിക്കൊടുത്തു. കഠിനാധ്വാനവും തപശ്ചര്യകളും കൊണ്ട് ദുർബലമായിരുന്ന ഫ്രാൻസിസിന്റെ ശരീരത്തെ പഞ്ചക്ഷതങ്ങൾ പിന്നെയും തളർത്തി. 1226 ഒക്ടോബർ 4 ഇറ്റലിയിലെ പോർസ്യൂഗ എന്ന സ്ഥലത്ത് വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. ജീവിച്ചിരിക്കെ തന്നെ വിശുദ്ധനെന്ന് പരക്കെ ഘോഷിക്കപ്പെട്ട ഫ്രാൻസിസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അധികം താമസമുണ്ടായില്ല. 2 വർഷത്തിനകം ഗ്രിഗറി 9 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ അത് ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ആ സമയത്താണ് അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത്. ഏവർക്കും നന്ദി.